ആഷിഖ്, ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു പോസ്റ്റാണ്. വെൽക്കം ബാക്ക് സമര കേരളം. ജെൻസി പിള്ളേർ കാണാത്ത പ്രതിപക്ഷത്തുള്ള ഇടതുപക്ഷമുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എഫ് ഐക്കാരും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും വലിയ ഈ പറഞ്ഞ പോസ്റ്റർ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇനി സമരത്തിനാണ് ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ റഹീമിന്റെ വലിയ വീരസാഹസിക പ്രസംഗങ്ങൾ നമ്മൾ കണ്ടു. ഇന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു SFI നേതാവിന്റെ കൈ തല്ലി ഒടിച്ചത് കൊണ്ട് നമ്മുടെ ശിവപ്രസാദിന്റെ കൈ, അതെ, അദ്ദേഹത്തിന്റെ കൈ തല്ലി ഒടിച്ച സംഭവം കണ്ടു. അതിനുശേഷം അത് ചോദിക്കാൻ രണ്ട് വലിയേട്ടന്മാർ വന്ന് നിന്ന് സംസാരിക്കുന്ന വലിയ വീഡിയോ ഒക്കെ കണ്ടു. ഇതിന്റെ താഴെയുള്ള കമന്റ്സ് വളരെ രസകരമാണ്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം. പക്ഷെ ഇവർ ഈ സമരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും നാൾ പണിയെടുക്കാതിരുന്നിട്ട് 10 വർഷക്കാലം ഒരു പണിയും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ആ ഒരു ആർജവം ഇപ്പോൾ കാണുന്നുണ്ടല്ലേ സമരമുഖങ്ങളിൽ? അതെ, ഒരു 10 വർഷം സ്ലീപ്പർ സെൽസ് പോലെ ഉറങ്ങിക്കിടന്ന ഒരു പോരാളികൾ 10 വർഷം സൈബർ പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ മണ്ണിലിറങ്ങി പഴശ്ശിയുടെ യുദ്ധം തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായിട്ടാണ് ആ ഒരു തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു സംഘർഷം. അത് പറയുന്നത് KSU ഞങ്ങളെ കല്ലെറിഞ്ഞു, ഞങ്ങൾ കയറി തിരിച്ചടിച്ചു, എന്നിട്ട് KSU തല്ലാതെ പോലീസുകാർ ഞങ്ങളെ SFI തല്ലി എന്നാണ് പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തില് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിനെ ന്യായീകരിച്ച സഹാക്കൾക്ക് തിരിച്ചൊന്ന് 2 തല്ല് കിട്ടിയപ്പോൾ അവർക്ക് സഹിച്ചില്ല. പോലീസ് തല്ലുന്നേ തല്ലിക്കൊല്ലുന്നേ എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് തല്ലും കൊണ്ട് ഓടുന്ന വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്. 2 കൈ ഒടിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അയാളെ പിടിച്ചു നിർത്തി 2 വശത്ത് നിന്ന് 2 നേതാക്കൾ, അതിലൊന്ന് നമ്മുടെ സഞ്ജീവ് KS അല്ലേ, അദ്ദേഹമാണ്. അതുപോലെ തന്നെ മറ്റൊരു നന്ദൻ ആണെന്ന് തോന്നുന്നു പേര്, ഒരു പ്രാദേശിക നേതാവാണ്, ലൈക് ഡിവൈഎഫ്ഐയുടെയും ഒരു ഇടതുപക്ഷത്തിന്റെ നല്ലൊരു യുവ നേതാവാണ്. അവരൊക്കെ വന്നതെന്ന് പറയുകയാണ്, ചെന്നിത്തലയുടെ പോലീസേ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഗേറ്റ് തുറന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. നിങ്ങൾ VD സതീശൻ അങ്ങ് നോർത്ത് ഗേറ്റ് തുറന്നെങ്കിൽ ചെന്നിത്തല ഗേറ്റ് അടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തീർക്കലാണ് ഇവർ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്തിനാണ് പഴയ രാഷ്ട്രീയ നേതാക്കൾ, നമുക്ക് മുന്നേ നടന്ന നേതാക്കളൊക്കെ എന്തിനായിരുന്നു സമരം ചെയ്തത് എന്നതിനെ പറ്റി പോലും ഒരു ഗ്രാഹ്യമില്ല. വെറുതെ അങ്ങ് തല്ലി പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു സമരം വിളിക്കുകയാണ്. അതിന് പുറമെ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കും, KSUകാരെയും പോലീസിനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ വലിയ വായിൽ വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആമസോൺ വനാന്തരങ്ങളില് വിള്ളല് അല്ലെങ്കിൽ നശീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആൾക്കാരോടാണ് എന്ത് കാര്യത്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഒരു ലോജിക്ക് വേണം. ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിക്ക് വേണ്ടിയാണ് ഈ സമരങ്ങളും മുഴുവൻ. ആ ഒരു അവരോട് ചോദിക്കണം, ഈ ഒരു സമരത്തിന് ലോജിക്ക് ഉണ്ടോ എന്ന്. അവർ ആ ലോജിക്കിനെ മാറ്റി നിർത്തി ഇവർക്കൊന്ന് അക്രമമായിട്ട് അഴിഞ്ഞാടണം റോട്ടിൽ. അതെ, ഇപ്പൊ തിരുവനന്തപുരം മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അതെ, ഇപ്പൊ തിരുവനന്തപുരത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല യൂണിവേഴ്സിറ്റി കോളേജിലേക്ക്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. അവിടെ എന്ന് പറയുന്നത് SFI കൂടി കുത്തിവാഴുന്ന ഒരു കലാലയമാണത്. അവിടെ KSUവിന്റെ യൂണിറ്റ് വന്നാലോ KSUവിന്റെ യൂണിറ്റിൽ ആരെങ്കിലും പാനലിൽ മത്സരിച്ചാലോ ഒക്കെ അവിടെ ആദ്യം ഉണ്ടാകുന്നത് ഭീഷണിയാണ്. തെരഞ്ഞെടുപ്പല്ല നടക്കുക, ആദ്യം ഭീഷണിക്ക് ശേഷമാണ് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ 37 35 സീറ്റ് നേടിയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ SFI വിജയം നാട്ടിയത്. അതെ, അപ്പൊ അത്രയും എങ്ങനെയാണ് ഈ പവർ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കളുണ്ട് അവിടെ, SFIക്ക് വേണ്ടി നിൽക്കുന്ന പ്രവർത്തകരുണ്ട്. ഇവരെ ഭയന്ന് ഇവർ ഭീഷണിപ്പെടുത്തി ഇവർക്ക് പുറകെ പോകേണ്ടി വരുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്. അത് ഈ സമരത്തിന് പോകുമ്പോഴാണെങ്കിലും ക്ലാസ്സിൽ കയറി നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് കൂടെ പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇവരുടെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് പുറത്തറിയാനുള്ളൊരു വിമുഖത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ പിണറായിയുടെ പോലീസ് ഉണ്ട് എന്നുള്ളൊരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണല്ലേ ഇതൊക്കെ മാറുന്നത്? ഒറ്റയടിക്ക് മാറുകയാണ്. ഇപ്പോൾ അവർ പറയുകയാണ് KSUക്കാർ നമ്മളെ തല്ലി. ഈ ആൾബലം എടുത്ത് നോക്കിയാൽ പോലും കുറഞ്ഞു നിൽക്കുന്ന KSU പ്രവർത്തകർ ഇവരെ തല്ലിയെന്നും എന്ത് തന്നെയായാലും ഈ പോലീസ് ആണെങ്കിലും KSU ആണെങ്കിലും SFI ആണെങ്കിലും ഈ തമ്മിൽ തല്ലുന്നതിനോട് എനിക്ക് ബേസിക്കലി യോജിപ്പൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചും പൊതുമുതൽ നശിപ്പിച്ചും ഈ അക്രമ പരമ്പര മുന്നേറുന്നവർക്ക് ഈ തലമൂത്ത നേതാക്കന്മാർ മൗനാനുവാദം അല്ല, അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണ്. മൗനാനുവാദവുമല്ല. നമ്മുടെ റഹീം എന്ന് പറയുന്ന അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വലിയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞാൽ
പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അദ്ദേഹം തന്നെ മുന്നിൽ വന്ന് നിന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞവരാണോ ഇവർ എന്നുള്ളൊരു ചോദ്യം വരും. അതിന്റെ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനാടാ പറയുന്ന കത്തി താഴെ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇവർക്കെല്ലാം ഈ മൗന അനുവാദമുണ്ട്. ഇപ്പൊ SFI പിള്ളേരെ തൊട്ട് എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിക്കും. അതിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും ഈ പറഞ്ഞ ചോദിക്കാൻ വരലുണ്ട്. പക്ഷെ ഈ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളുടെ ബാക്കപ്പ് ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ആ പ്രശ്നം വരുന്നത്. ഇന്നലെ വരെ ഭരണം ഉണ്ടായിരുന്നു എന്ന് പേടിച്ച് നിന്ന പോലീസുകാർ ഒന്ന് പാലക്കാട് കയറി മേഞ്ഞത് അത് ജസ്റ്റ് ഒരു ടീസർ മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേരിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ബദലായി കൗണ്ടർ അടി ഉണ്ടാവും, കൗണ്ടറായിട്ട് തിരിച്ചടി ഉണ്ടാവും. സ്വാഭാവികമാണ്. ഇവർ എത്ര കാലത്തോളം അടങ്ങിയിരിക്കുന്നു അത്ര കാലത്തോളം ഈ അടി വാങ്ങേണ്ടി തന്നെ വരും. അതായത് ഇലക്ഷന് ശേഷം UDF നടത്തിയ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിനിടെ കുപ്പിച്ചല് വലിച്ചെറിഞ്ഞ SFIക്ക് പാർട്ടി ഓഫീസുകൾ കയറി പോലീസ് അടിച്ചു. അത് ഈ ഒരു അടി കിട്ടുന്നതിന്റെ ഒരു ട്രെയിലർ ആയിരുന്നു. വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി എന്ന് പറയുന്നതിന്റെ ഒരു ജസ്റ്റ് ബിഗിനിങ് ആയിരുന്നു ആ ഒരു അടി. അതെ, ഇപ്പോ ഇതെല്ലാം മാറി നിൽക്കട്ടെ. തിരുവനന്തപുരത്തെ സംഘർഷത്തിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ഒരു പ്രതിഷേധ മാർച്ച് SFI സംഘടിപ്പിക്കുന്നു. ആഷിക്ക് ഇത് കേൾക്കണം. ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. ആരാണ് സംഘടിപ്പിക്കുന്നത്? SFI. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് ആ മാർച്ച് ഉണ്ടാവില്ല. ഇന്നലെ പ്രഖ്യാപിക്കുന്നു നാളെ നമുക്ക് മാർച്ചുണ്ട്. ഇന്ന് പറയാണ് നമുക്ക് ഇന്ന് മാർച്ചില്ല കേട്ടോ. എന്തുകൊണ്ട് മാർച്ചില്ല? ആളില്ല. അങ്ങനെ പുച്ഛിക്കരുത്. അവർ പഠിക്കാൻ വേണ്ടി പോയതാണ്. അവർ പഠന ക്യാമ്പിന് വേണ്ടി പോയതല്ലേ. പൊതുജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്ന് നേതാക്കളെ അല്ലെങ്കിൽ അവരുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ വേണ്ടി 2 ദിവസത്തെ പഠന ക്യാമ്പിന് പോയതാണ്. അപ്പൊ എങ്ങനെയൊക്കെ ആൾക്കാരെ ദുരിതത്തിലാക്കണമെന്ന് ആ കുരുന്നുകൾക്ക് എങ്ങനെ പഠിക്കണം. കഴിഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ ഇടതുപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകൾ നിങ്ങൾ ഈ പ്രതിഷേധ മുറകൾ കണ്ടിട്ടില്ലല്ലോ, സമരമുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആകെ ഗവർണറെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമാണ് SFIക്കാർ കുറച്ചുനാൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് കുറച്ച് ASFകാര് കുറച്ച് പ്രതിഷേധവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അപ്പൊ ഇത്രയും നാള് പൊടിതട്ടി ഇല്ലായിരുന്ന കാര്യങ്ങളെല്ലാം പൊടിതട്ടി അവർ പുറത്തേക്ക് വരികയാണ്. അതിന്റെ ഒരു തുടക്കം എന്തായാലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും കോട്ടയത്ത് ആളെ കിട്ടാണ്ടായത്. ഇപ്പൊ പിന്നെ തല്ലാൻ വേണ്ടി ലാത്തിയൊക്കെ പോളിഷ് ചെയ്ത് ബാരിക്കേഡൊക്കെ കെട്ടിവെച്ച പോലീസുകാർ നിരാശരായി. വലിയ വരുൺ വണ്ടിയായിട്ട് വെള്ളമൊക്കെ നിറച്ചു വന്നിരിക്കുമ്പോഴാ സോറി സർ ഫുൾ ടാങ്ക് വണ്ടി വെള്ളം നിറച്ചു വന്ന വണ്ടി അതുപോലെ തന്നെ തിരിച്ചു പോയ അവസ്ഥയാണ്. മറ്റേ ഒരു ട്രോളില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ട. എന്താ ഇപ്പൊ പറയാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സമരം ചെയ്യാനുണ്ട്, ചെയ്തോളൂ. ഇന്ന് പറ്റില്ല, ആളില്ല എന്ന് പറയുന്ന സാഹചര്യമാണ്. ഇങ്ങനെ ഇത്തരം അപഹാസ്യമായ രീതികളിലേക്ക് കാര്യങ്ങൾ പോകരുത്. എന്തിനാണ് ഇപ്പോ SFI ആണെങ്കിൽ എല്ലാ യുവജന സംഘടനകളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം കലാലയങ്ങളിൽ നല്ല രീതിക്ക് പോകുകയാണെങ്കിൽ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ ഈ പറഞ്ഞ എല്ലാ യുവജന സംഘടനകളും വേണം. DYFIയുടെ പൊതിച്ചോറ് പദ്ധതിയൊക്കെ എത്ര നല്ല പരിപാടിയാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും അംഗീകരിക്കുന്നു. ഇത്തരം യുവജന സംഘടനകൾ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാതൃകാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ചെന്നിത്തലയുടെ പോലീസിനെ പറ്റി പറഞ്ഞല്ലോ, ചെന്നിത്തലയുടെ പോലീസ് വളരെ മോശം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ നടക്കാതിരിക്കട്ടെ, എന്തെങ്കിലും കസ്റ്റഡി കൊലപാതകങ്ങൾ അല്ലെങ്കിൽ 3ാം മുറ ഉപയോഗിച്ച സംഭവങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾ പ്രതിഷേധിക്കണം, ഉറപ്പായിട്ടും പ്രതിഷേധിക്കണം. എന്തിനിങ്ങനെ ചെയ്തു എന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയോട് നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. പക്ഷെ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് പോയി ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ വളരെ മോശമാണ്. ഇങ്ങനെ കൈ തല്ലി ഒടിച്ചു, ഇനി എങ്ങനെ ചോറ് കഴിക്കുമെന്നൊക്കെ ചോദിക്കുന്ന, അതിലും മോശമായി ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ സംഘടനയെ നിങ്ങൾ തന്നെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സമരങ്ങൾ നേതൃത്വം കൊടുത്ത ഒരു തലമുറ ഉണ്ടായിരുന്നു മുമ്പ് SFIക്ക്. SFI എന്ന് പറഞ്ഞാൽ ആ ഒരു SFI എന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തവർക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പോഴെന്താ ഒരു 1-2 തൂക്കട നേതാക്കന്മാർ, അവരുടെ പിന്നിലെ ഒരു 100 കൂട്ടം വിദ്യാർത്ഥികൾ, അവരെന്തിനാണ് അവിടെ പോയി നിൽക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഇപ്പോൾ നേരത്തെ മേഘ പറഞ്ഞിരുന്നു, അതായത് ക്ലാസ് കട്ട് ചെയ്തോ, ഇറങ്ങിക്കോ, ഇലക്ഷൻ പ്രചാരണമാണ്, ഇറങ്ങിക്കോ. മസിൽ ബലത്തിൽ മാത്രം, മസിൽ പവറിന്റെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു SFI എന്ന പാർട്ടി. ആദർശമോ അവരുടെ കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു മുദ്രാവാക്യമോ പാലിക്കുന്ന ഒറ്റ നേതാവ് ഉണ്ടെങ്കിൽ
കാണിച്ചു തരണം. അതെ, ഇപ്പൊ SFIയിലേക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI പാനലിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മത്സരിക്കുകയാണ്. അപ്പൊ അവളോട് വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് പോയിട്ട് SFIയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. ഇതാണ് ഈ SFI രാഷ്ട്രീയം പറയുന്ന, SFIയുടെ വലിയ നേതാക്കളാണെന്ന് പറയുന്നവർക്ക് പോലും ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും അറിയില്ല. ഇപ്പൊ 2-3 മാസങ്ങൾക്ക് മുമ്പ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അപഹാസ്യനായപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരു SFI യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ നടക്കുമായിരുന്നു. ഇല്ല, അതൊന്നും ചോദ്യം ചെയ്യാൻ അതുപോലത്തെ ഒരു സംഘടന അതുപോലുള്ള കാര്യങ്ങൾക്കാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുകെട്ട് ആയിട്ട് നിൽക്കുന്ന, സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സംഘടനയാണ് വേണ്ടത്. അല്ലാതെ ഭരണം പോയപ്പോൾ വിരളി പിടിച്ച് നടക്കുന്ന കുട്ടിക്കുരങ്ങന്മാരെ പോലുള്ള ഈ പിള്ളേരല്ല. SFI പ്രവർത്തകരെ നമ്മൾ പ്രവർത്തകരായിട്ടേ കാണരുത്.